പ്രവേശിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 വാക്യങ്ങൾ. ഒരു പുതുവർഷത്തിന്റെ ഏറെക്കുറെ ആരംഭത്തിൽ തന്നെയാണ് നാം ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് ആ നിലയിൽ ഒരു ചിന്തയാണ് അവതരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പുതിയ നിയമം അനേകം പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്ന പുസ്തകമാണ്. പുതിയ ജനനം, പുതിയ സൃഷ്ടി, പുതിയ മനുഷ്യൻ, പുതിയ പാട്ട്, അങ്ങനെ തുടങ്ങി പുതിയ യെരുശലേം, പുതിയ ആകാശം, പുതിയ ഭൂമി, ഇങ്ങനെ പുതുമയുടെ ഒരു ഘോഷയാത്ര തന്നെ പുതിയ നിയമത്തിൻ്റെ പേജുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഭാഗത്ത് 34-ാം വാക്യത്തിൽ വിശേഷിച്ച് നാം ഒരു പുതിയ കൽപ്പനയാണ് വായിച്ച് കേട്ടത്. ഒരു പുതിയ കൽപ്പന. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഒരു പുതുവർഷത്തിന്റെ ആരംഭത്തിൽ നിൽക്കുമ്പോൾ ഈ പുതിയ കൽപ്പന എന്ത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുന്നതും അതനുസരിക്കുന്നതും വളരെ ഉചിതം ആയിരിക്കും. എന്താണ് ഇവിടെ പറയുന്ന പുതിയ കൽപ്പന? ഞാൻ ദീർഘവർഷങ്ങൾ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകനായിരുന്നു. ഇപ്പോഴും അധ്യാപകൻ തന്നെയാണ്. ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുകയും നിങ്ങളുടെ ഉത്തരം പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് അങ്ങനെ പ്രതികരിക്കുവാൻ തക്കവണ്ണം തയ്യാറായി എല്ലാവരും ഇരിക്കണം. 34-ാം വാക്യത്തിൽ എന്താണ് കർത്താവ് പറയുന്നത്? എന്താണ് പുതിയ കൽപ്പന? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സംശയം ന്യായമായി ഉണ്ടാകും. വാസ്തവത്തിൽ ഇത് ഒരു പുതിയ കൽപ്പനയാണോ? ഇങ്ങനെ ഒരു കൽപ്പന പഴയ നിയമത്തിലെങ്ങും പറഞ്ഞിട്ടില്ലേ? നമ്മുടെ ഓർമ്മയുടെ താളുകളൊന്ന് മറിച്ചു നോക്കിയാൽ നമുക്കറിയാം, ലേവ്യ പുസ്തകം 19-18 ഇതിന് സമാനമായൊരു കൽപ്പന ദൈവം മോശയിൽ കൂടെ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താണ് നാം വായിക്കുന്നത്? നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. യഹൂദന്മാരോട് മോശ പറയുകയാണ്, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ലേവ്യർ 19-18. ഒരു യഹൂദനെ സംബന്ധിച്ച് ആരാണ് അവന്റെ കൂട്ടുകാരൻ? മറ്റൊരു യഹൂദനാണ്. അപ്പോൾ അതിന്റെ അർത്ഥം നോക്കിയാൽ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്ന് തന്നെയാണ് ദൈവം മോശയിൽ കൂടെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്തത്. അതങ്ങനെയാണെങ്കിൽ എങ്ങനെ കർത്താവിന് പറയാൻ സാധിക്കും ഇതൊരു പുതിയ കൽപ്പനയാണെന്ന്? കർത്താവായ യേശുക്രിസ്തുവിന് ഒരു ഓർമ്മപ്പിശക് സംഭവിച്ചതാണോ? പഴയ നിയമത്തിൽ ഇങ്ങനൊരു കൽപ്പന ഉണ്ടെന്നുള്ളത് കർത്താവിന് അറിയാൻ വയ്യാതെ ഒരു അബദ്ധം പറഞ്ഞതാണോ? ഒരിക്കലുമല്ല. ഇത് പുതിയ കൽപ്പന എന്ന് വിളിക്കുന്നതിന്റെ പിന്നിൽ കർത്താവിന് വ്യക്തമായൊരു കാരണമുണ്ട്. പഴയ നിയമത്തിൽ പറയുന്ന ആ വാചകമായ കൽപ്പനയും പുതിയ നിയമത്തിൽ പറയുന്ന പുതിയ കൽപ്പനയും നാം താരതമ്യം ചെയ്താൽ അടിസ്ഥാനപരമായൊരു വ്യത്യാസം ശ്രദ്ധിക്കാൻ സാധിക്കും. എന്താണ് വ്യത്യാസം? പഴയ നിയമത്തിൽ എന്താണ് പറയുന്നത്? എങ്ങനെ സ്നേഹിക്കണം എന്നാണ് പറയുന്നത്? നീ നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെയും അല്ലെങ്കിൽ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ നീ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രമാത്രം അതുപോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ മാനുഷിക സ്നേഹമാണ് പഴയ നിയമത്തിലെ കൽപ്പനയുടെ മാനദണ്ഡം, അളവുകോൽ അഥവാ സ്റ്റാൻഡ്. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് എന്താണ് പറഞ്ഞത്? ആ ഭാഗം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞ് എങ്ങനെ സ്നേഹിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്? 34-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് മാത്രമല്ല, എങ്ങനെ സ്നേഹിക്കണം? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം, അല്ലേ? 2-ാം ഭാഗത്ത് അതാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അവിടെയാണ് വ്യത്യാസം വരുന്നത്. പഴയ നിയമത്തിലെ സ്നേഹമെന്ന് പറയുന്നത് മാനുഷിക സ്നേഹത്തിന്റെ ഉച്ചകോടിയാണെങ്കിൽ പുതിയ നിയമത്തിലെ സ്നേഹം, ദൈവത്തിന് സ്തോത്രം, അത് ദൈവീക സ്നേഹത്തിന്റെ ഉച്ചകോടിയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇതൊരു പുതിയ കൽപ്പനയാണ്. പെട്ടെന്ന് വായിച്ചാൽ രണ്ടും ഒരുപോലെയാണെന്ന് പുറമേ തോന്നും. പക്ഷേ അടിസ്ഥാനപരമായ ഒരു വലിയ വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം?
പഴയ നിയമത്തിലെ സ്നേഹം മാനുഷിക സ്നേഹമാണെങ്കിൽ പുതിയ നിയമത്തിലെ സ്നേഹം അത് ദൈവീക സ്നേഹമാണ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? മാനുഷിക സ്നേഹം പരിമിതികളുള്ളതാണ്, പരിധികളുള്ളതാണ്. എന്നാൽ ദൈവീക സ്നേഹം പരിമിതികളില്ലാത്തതാണ്. അത് കാരണം കൂടാതെയുള്ള സ്നേഹമാണ്. അതൊന്നും വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. അങ്ങനെയുള്ള ദൈവീക സ്നേഹത്താൽ കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നാമും സ്നേഹിക്കണം. ഞാൻ 34 വാക്യം വിശദീകരിക്കുന്നതിന് മുമ്പേ 35 പെട്ടെന്ന് പോയിട്ട് 34 മടങ്ങി വരാം. അപ്പോൾ കാര്യം കൂടുതൽ മനസ്സിലാകും. ശരി, ഈ പുതിയ കൽപ്പന, അന്യോന്യം സ്നേഹിക്കണമെന്ന കൽപ്പന, കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണമെന്ന കൽപ്പന ഞാനും നിങ്ങളും അനുസരിച്ചാൽ അതിന്റെ സാധ്യത എന്താണ്? അതിന്റെ അനന്തരഫലം എന്താണ്? അതിന്റെ നേട്ടമെന്താണ്? അതാണ് 35 വാക്യത്തിൽ പറയുന്നത്. എന്താണ് നാം വായിക്കുന്നത്? നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. ആരാണ് ഈ എല്ലാവരും? ലോക മനുഷ്യരറിയും, നാട്ടുകാരറിയും, അവിശ്വാസികളുടെ സമൂഹം, അക്രൈസ്തവ സമൂഹം തിരിച്ചറിയും. എന്ത് തിരിച്ചറിയും? നിങ്ങൾ വാസ്തവത്തിൽ എന്റെ ശിഷ്യന്മാരാണ്. ലോകം കണ്ട സ്നേഹസമ്പന്നനായ, സ്നേഹസ്വരൂപനായ, സ്നേഹത്തിന്റെ ആൾരൂപമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ് നാമെന്ന് ലോകമറിയും. ഇവിടെ രണ്ട് കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. ആരാണ് ഒരു ശിഷ്യൻ? എന്താണ് ശിഷ്യത്വം എന്ന് പറയുന്നത്? ആരാണ് ശിഷ്യൻ എന്ന് ചോദിച്ചാൽ ഞാനത് വളരെ ലളിതമായി ഇങ്ങനെ പറയാറുണ്ട്. ആരാണ് ഭാര്യ എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? എല്ലാ സ്ത്രീകളും ഭാര്യമാരല്ല. പിന്നെ ആരാണ് ഭാര്യ? ഒരു ഭർത്താവുള്ളവളാണ് ഭാര്യ എന്ന് പറഞ്ഞതുപോലെ ആരാണ് ശിഷ്യൻ? ആരാണ് ശിഷ്യൻ? ഉത്തരം ഒന്ന് പറഞ്ഞേ. ആരാണ് ശിഷ്യൻ? ഒരു ഗുരുവുള്ളവനാണ് ശിഷ്യൻ. ഗുരുവുള്ളവരെ മാത്രമേ ശിഷ്യന്മാർ എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആരാണ് ഒരു ശിഷ്യൻ? ഒരു ഗുരുവുള്ളവനാണ്. യഥാർത്ഥ ശിഷ്യത്വത്തെക്കുറിച്ച് കർത്താവ് പല കാര്യങ്ങൾ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷത്തിൽ 4:19-20 വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആദ്യകാല ശിഷ്യന്മാരെ കുറിച്ച് നാം എന്താണ് വായിക്കുന്നത്? അവർ സകലവും വിട്ട് കർത്താവിനെ അവരുടെ ജീവിതത്തിന്റെ എല്ലാമായി കണ്ട് അനുഗമിച്ചവരാണ്. ആരാണ് ശിഷ്യൻ? ഗുരുവിനെ അനുഗമിക്കുന്നവരാണ് ശിഷ്യൻ. വീണ്ടും കർത്താവ് പറഞ്ഞു മത്തായി 11:29, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകൊണ്ട് എന്റെ നുകമേറ്റ് എന്നോട് പഠിപ്പീൻ. പഠിപ്പീൻ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത് ശിഷ്യനാകുവീൻ എന്നും തർജ്ജമ ചെയ്യാം. അപ്പോൾ ആരാണൊരു ശിഷ്യൻ? ഗുരുവിൽ നിന്ന് ദിനംതോറും പഠിക്കുന്നവനാണ് ശിഷ്യൻ. തീർന്നില്ല. മത്തായി 10:25 കർത്താവ് പറഞ്ഞു ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് ഒന്ന് പറഞ്ഞേ, ശിഷ്യന് മതി. അപ്പോൾ ആരാണ് ശിഷ്യൻ? ഓരോ ദിവസവും ഗുരുവിനെ അനുഗമിക്കുന്നവനാണ്, ഗുരുവിൽ നിന്ന് ദിനംതോറും പഠിക്കുന്നവനാണ്. പോരാ, ഗുരുവിനെ പോലെ ആകുവാൻ ദിനംതോറും പരിശ്രമിക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. എന്നാൽ ആ ശിഷ്യനെ നാട്ടുകാർ തിരിച്ചറിയുവാൻ, അക്രൈസ്തവ ലോകം തിരിച്ചറിയുവാൻ, അവിശ്വാസികളുടെ സമൂഹം തിരിച്ചറിയുവാൻ കർത്താവ് ഒരു അടയാളം കൊടുക്കുകയാണ്. ഒരു അടയാളം കൊടുക്കുകയാണ്. എങ്ങനെയാണ് അവരെ തിരിച്ചറിയുന്നത്? ഇന്ന് നാം എങ്ങനെയാണ് ക്രിസ്ത്യാനികളെ തിരിച്ചറിയുന്നത്? എങ്ങനെയാണ്? നാം പലപ്പോഴും പേര് കേട്ടാണ് തിരിച്ചറിയുന്നത്. പിന്നെ ചിലരുടെ പേര് കേട്ടാൽ തിരിച്ചറിയത്തുമില്ല. അല്ലെങ്കിൽ അവരുടെ വേഷം കണ്ട്, അവരുടെ പ്രത്യേക വേഷം കണ്ട്, അല്ലെങ്കിൽ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് കണ്ടൊക്കെയാണ് നാം പലപ്പോഴും, അല്ലെങ്കിൽ നാട്ടുകാർ പലപ്പോഴും ഇന്ന് ക്രിസ്ത്യാനികളെ തിരിച്ചറിയുന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് തന്റെ ശിഷ്യന്മാരെ തിരിച്ചറിയാനുള്ള തെറ്റിക്കൂടാത്ത ഒരു അടയാളമായി, ഏകവും പ്രത്യക്ഷവുമായ അടയാളമായി ഒരടയാളം കൊടുത്തപ്പോൾ നാം ആരും പ്രതീക്ഷിക്കാത്ത ഈ സ്നേഹത്തിന്റെ ബാഡ്ജ്, സ്നേഹത്തിന്റെ അടയാളം തന്റെ ശിഷ്യന്മാരുടെ അടയാളമായി കർത്താവ് കൊടുത്തത്, ഉയർത്തിയത്. കർത്താവിന് വേണമെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല ജാതികളോടും സുവിശേഷം പറയണം. അതിന് കൽപ്പനയുണ്ട്. അങ്ങനെ സുവിശേഷം പറയുമ്പോൾ മറ്റുള്ളവരറിയും നിങ്ങളെന്റെ ശിഷ്യന്മാരെന്ന്. അങ്ങനെ കർത്താവ് പറഞ്ഞില്ല. അല്ലെങ്കിൽ കർത്താവിന് പറയാമായിരുന്നു, എന്റെ ശിഷ്യന്മാരായി നിങ്ങളെല്ലാവരും എപ്പോഴും വെള്ളവസ്ത്രം ധരിക്കണം. അങ്ങനെ കർത്താവ് ഒന്ന് പറഞ്ഞിരുന്നു എങ്കിൽ നാം എല്ലാവരും എപ്പോഴും വെള്ളവസ്ത്രം മാത്രമേ ധരിക്കുകയുള്ളായിരുന്നു. അല്ലെങ്കിൽ ബാഹ്യമായ എന്തെങ്കിലും കാര്യങ്ങൾ ശിഷ്യത്വത്തിന്റെ അടയാളമായി കർത്താവിന് പറയാമായിരുന്നു.
എന്നാൽ അങ്ങനെയുള്ള യാതൊന്നും പറയാതെ എന്താണ് കർത്താവ് പറഞ്ഞത്? നിങ്ങൾ തമ്മിൽ ഒന്ന് സ്നേഹിക്കുക, ആ സ്നേഹം ലോകമൊന്ന് കാണട്ടെ, അപ്പോൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കും. എന്ത് മനസ്സിലാക്കും? നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരാണെന്ന്. ഈ ചോദ്യം എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ആ ചോദ്യം? എന്തുകൊണ്ട് കർത്താവ് സ്നേഹത്തെ ഇത്രമാത്രം ഉയർത്തി? എന്തുകൊണ്ട് കർത്താവ് സ്നേഹത്തെ തന്റെ ശിഷ്യന്മാരെ തിരിച്ചറിയാനുള്ള ഏകവും പ്രത്യക്ഷവുമായ അടയാളമാക്കി പ്രസ്താവിച്ചു? അത് നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതിന്റെ ഉത്തരം കൂടെ തന്നിട്ടില്ല. എന്നാൽ എന്റെ സ്വകാര്യ ചിന്തയിൽ കിട്ടിയ 2 ഉത്തരങ്ങൾ വളരെ വേഗം പറഞ്ഞു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് വളരെ ബുദ്ധിമാനാണെന്നുള്ളത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. എന്തുകൊണ്ടാണ് കർത്താവ് സ്നേഹത്തെ ഉയർത്തിയെന്ന് ചോദിച്ചാൽ ഏറ്റവും കുറഞ്ഞത് 2 കാരണങ്ങളെങ്കിലും ഉണ്ട്. എന്തൊക്കെയാണത്? ഒന്നാമത്, സ്നേഹമാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം സ്നേഹത്തിന്റെ ദാരിദ്ര്യമാണ്. ഈ ലോകത്തിന്റെ സാർവത്രിക ആവശ്യം സ്നേഹമാണ്. അത് മനസ്സിലാക്കാൻ ചില സംഭവങ്ങൾ, ചില ഉദാഹരണങ്ങൾ ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? ഈ ലോകത്തിൽ അനേകം തരം ദാരിദ്ര്യങ്ങളുണ്ട്. പലപ്പോഴും ഭക്ഷണമില്ലായ്മ, സാമ്പത്തിക ദാരിദ്ര്യത്തെ മാത്രമേ ദാരിദ്ര്യമായി നാം പരിഗണിക്കാറുള്ളൂ. എന്നാൽ അതുപോലെ പലതരത്തിലുള്ള ദാരിദ്ര്യങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും വലിയ ദാരിദ്ര്യം സ്നേഹത്തിന് വേണ്ടിയുള്ള ദാരിദ്ര്യമാണ്. സ്നേഹത്തിന് വേണ്ടിയുള്ള ആവശ്യവും ആഗ്രഹവുമാണ്. എങ്ങനെ അറിയാം? ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നാം നമ്മുടെ ചുറ്റും കാണുന്ന ആളുകളെ കാണുമ്പോൾ, സാധാരണ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളൊക്കെ അന്യോന്യം കാണുമ്പോൾ എന്ത് ചോദിക്കും? നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണോ പഠിക്കുന്നത്? ചോദിക്കാറുണ്ടല്ലേ, ഹൗ ആർ യു എന്ന് ചോദിക്കാറുണ്ട്. ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ എന്താണ് സാധാരണ മറുപടി പറയുന്നത്? ഒരു സ്റ്റാൻഡേർഡ് ഉത്തരം നാം കാണാതെ പഠിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ ഫൈൻ താങ്ക് യു എന്ന് എല്ലാവരും പറയും. എന്നാൽ ഈ ഓക്കെ ഫൈൻ താങ്ക് യു പറയുന്ന ആളിനെ ഒന്ന് പിടിച്ചിരുത്തി 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ അറിയാം കാര്യങ്ങളൊന്നും ഓക്കെയും ഫൈനും ഒന്നും അല്ല, വെറുതെ പറയുന്നേ ഉള്ളൂ. വെറുതെ നമ്മൾ കാണുമ്പോൾ അന്യോന്യം ചിരിക്കുന്നു, ഓക്കെ ഫൈൻ താങ്ക് യു പറയുന്നു, പക്ഷെ കാര്യങ്ങളൊന്നും അത്ര പന്തിയല്ല. അതുകൊണ്ടാണ് പണ്ഡിതനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു വേദപുസ്തക പണ്ഡിതനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചുറ്റുപാടും കാണുന്ന മനുഷ്യരൊക്കെ ചലിക്കുന്ന അഗ്നിപർവ്വതങ്ങളാണ്. നമ്മളെ കാണുമ്പോൾ ഷെയ്ക്കാണ്ട് തരും, നമ്മളെ കാണുമ്പോൾ ചിരിക്കും, ഓക്കെ ഫൈൻ താങ്ക് യു പറയും. പക്ഷേ ഓർക്കണം, നാം കൈ കൊടുക്കുന്നതൊക്കെ ചലിക്കുന്ന അഗ്നിപർവ്വതങ്ങൾക്കാണ്. എന്താണ് അതിന്റെ അർത്ഥം? അഗ്നിപർവ്വതം പുറമേ കണ്ടു കഴിഞ്ഞാൽ, ഇന്ത്യയിലൊന്നും അഗ്നിപർവ്വതം ഇല്ല, അഗ്നിപർവ്വതം പൊട്ടി എന്നൊക്കെ പറഞ്ഞാൽ പേപ്പറിലൊക്കെ വായിക്കാറുണ്ട്. അഗ്നിപർവ്വതം പുറമേ കണ്ടു കഴിഞ്ഞാൽ അത് വളരെ ശാന്തമാണ്. എന്നാൽ അതിന്റെ അകത്ത് എന്താണുള്ളത്? അവിടെ കത്തി എരിയുന്ന ലാവയാണുള്ളത്. ഏത് നിമിഷവും ഇത് പൊട്ടി പുറപ്പെടാം. അതുപോലെയാണ് അനേക മനുഷ്യർ, നമ്മുടെ ചുറ്റുപാടും കാണുന്ന ദൈവമില്ലാത്ത അനേക മനുഷ്യർ ഉള്ളിൽ നീറിപ്പുകയുന്ന അനേകം പ്രശ്നങ്ങളുമായി, അല്ലെങ്കിൽ ഒരു നെരിപ്പോട് കണക്കിന് എരിയുന്ന ഹൃദയവുമായി ജീവിക്കുകയാണ്. ഇത് നാം മറന്നു പോകരുത്. അവരെല്ലാം ആഗ്രഹിക്കുന്നത് അല്പം ആത്മാർത്ഥമായ സ്നേഹത്തിന് വേണ്ടിയാണ്. ചരിത്ര സംഭവങ്ങളൊക്കെ പറയാൻ അനേക കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഒരു കാര്യം മാത്രം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിൽ നമ്മൾ പറയാറുണ്ട്, കേരളത്തിലൊക്കെ ആത്മഹത്യാ നിരക്കുകൾ പെരുകുന്നു. അനേക വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം ഞാൻ ഈ ബന്ധത്തിൽ ഉദ്ധരിക്കാറുണ്ട്. നമുക്കറിയാം, പലപ്പോഴും ഈ സിനിമാ ലോകത്തെ സിനിമാ നടന്മാരധികം ആത്മഹത്യ ചെയ്യാറില്ല, നടികൾ പലരും ആത്മഹത്യ ചെയ്യാറുണ്ട്. 97 അന്ന് ഞാൻ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് നടന്നൊരു സംഭവം പേപ്പറിൽ വന്നത് ഞാൻ മറന്നിട്ടില്ല. ഞാൻ പലയിടത്തും ഉദ്ധരിക്കാറുണ്ട്. അന്ന് തമിഴ് സിനിമാ ലോകത്തിലെ ഒരു പ്രസിദ്ധ നടി ആത്മഹത്യ ചെയ്തു. ആ സിനിമാ നടി ആത്മഹത്യ ചെയ്ത് മലയാളം പേപ്പറിലും വലിയ വാർത്തയായിരുന്നു. കാരണം ഈ നടിക്ക് കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ അനേക ലക്ഷം ആരാധകരുണ്ടായിരുന്നു. നമ്മളൊന്നും സിനിമ കാണാറില്ലെങ്കിലും ഞാൻ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആരാണെന്ന്. അത് മറ്റാരുമല്ല, സിൽക്ക് സ്മിതയാണ്. ഇന്ന് സിൽക്ക് സ്മിതയെക്കുറിച്ചൊരു പുതിയ സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഈ സിൽക്ക് സ്മിത അന്ന് വളരെ പ്രസിദ്ധയായിരുന്നു. ആ പ്രസിദ്ധിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ സ്മിത ആത്മഹത്യ ചെയ്തു. പിന്നെ ഈ ആത്മഹത്യ ചെയ്യുന്നവരൊക്കെ ഒരു ഉപകാരം ചെയ്യാറുണ്ട്. എന്താണെന്നറിയാമോ? ഒരു ആത്മഹത്യാക്കുറിപ്പ് തയ്യാറാക്കി വെച്ചിട്ടാണ് പലരും കെട്ടിഞ്ഞാന്ന് ചാകുന്നത്.
അതുകൊണ്ട് സ്മിത മരിച്ചു എന്ന് കേട്ടപ്പോൾ പോലീസുകാർ ഓടി വന്നു. അവരെല്ലായിടത്തും തപ്പി നോക്കി ആത്മഹത്യാക്കുറിപ്പ് എന്തെങ്കിലും ഉണ്ടോ. മേശപ്പുറത്തൊരു ചെറിയ തുണ്ടിൽ 2-3 വാചകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ആത്മഹത്യാക്കുറിപ്പ് അവർ പ്രതീക്ഷിച്ചു ഒരു വലിയ ലേഖനം വല്ലതും സ്മിത എഴുതി വെക്കുമെന്ന്. 2-3 വാചകങ്ങൾ മാത്രം. എന്താണ് എഴുതി വെച്ചതെന്ന് അറിയാമോ? എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആരും തന്നെ ഈ ഭൂമിയിലില്ല. ജീവിതം ജീവിതയോഗ്യമല്ല, അതുകൊണ്ട് ഞാൻ ജീവിതം അവസാനിപ്പിക്കുന്നു. ഓർക്കണം, ഞാൻ പറഞ്ഞു ലക്ഷക്കണക്കിന് ആരാധകർ തമിഴ്നാട്ടിലും കേരളത്തിലും ഉണ്ടായിരുന്ന ഒരു നടിയുടെ ആത്മഹത്യാക്കുറിപ്പാണിത്. എന്താണ് അവർ എഴുതിയത്? എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആരും തന്നെ ഈ ഭൂമിയിലില്ല, അതുകൊണ്ട് ജീവിതം ജീവിക്കുവാൻ യോഗ്യമല്ല, ഞാൻ ആ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നു, അത് അവസാനിപ്പിക്കുന്നു. നമുക്ക് വായിച്ചാൽ വിശ്വസിക്കുവാൻ പ്രയാസം. തീർന്നില്ല. തന്റെ ആത്മഹത്യ, സ്മിതയുടെ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്ത പത്രം, എല്ലാ പേപ്പറിലും വന്നൊരു രസകരമായ വാർത്തയുണ്ട്. എന്താണെന്നറിയാമോ? നമുക്കറിയാം തമിഴ്നാട്ടിലൊക്കെ ഈ നടീനടന്മാരെ ദേവീദേവന്മാരെ പോലെ ആരാധിക്കുന്നവരും അവർക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഒരു സ്ഥലത്ത്, തമിഴ്നാട്ടിൽ ഏതോ സ്ഥലത്ത്, ഈ സ്മിത ആത്മഹത്യ ചെയ്യുന്നതിന് 3 മാസം മുമ്പ് ഈ ആരാധകരെല്ലാം കൂടെ ഒരു സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ സ്മിത വന്നില്ല. ഈ സമ്മേളനത്തിന് ആയിരക്കണക്കിന് ആളുകൾ അവിടെ കൂടിയപ്പോൾ സംഘാടകർ പറഞ്ഞു, അവരാരോ ഒരാൾ ഒരു ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ആപ്പിൾ സ്റ്റേജിൽ വെച്ചിട്ടുണ്ട്, ഇതുപോലെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു ഈ ആപ്പിളിന്റെ ഒരു ഭാഗത്ത് ആരോ കടിച്ച ഒരു പാടുണ്ട്. അവർ പറഞ്ഞു ഇത് സ്മിത കടിച്ച ആപ്പിളാണ്, അതാണ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇത് ലേലം ചെയ്തപ്പോൾ എത്ര രൂപയ്ക്കാണ് ഇത് കൊണ്ടുപോയെന്ന് അറിയാമോ? 10,000 രൂപ കൊടുത്ത് ഈ ഒരു ആപ്പിൾ ആരോ വാങ്ങിച്ചു കൊണ്ടുപോയി. എന്തുകൊണ്ട്? സ്മിത കടിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങൾ ആരെങ്കിലും ഒരു ആപ്പിൾ കടിച്ചിട്ട് അത് വിൽക്കാൻ വേണ്ടി കുറ്റിച്ചൽ ജംഗ്ഷനിൽ ചെന്ന് നിന്നാൽ എന്തോ കിട്ടും. അങ്ങനെ ചെയ്ത് കളയരുത്. പൈസ കിട്ടുകയില്ല, ചിലപ്പോൾ തല്ല് കിട്ടിയെന്ന് വരാം, അല്ലേ? നമ്മൾ ആരെങ്കിലും കടിച്ച ആപ്പിൾ കൊടുത്താൽ ആരും വാങ്ങിക്കുകയില്ല. എന്നാൽ സ്മിത കടിച്ചു എന്ന് ആരോ പറഞ്ഞത് കൊണ്ട് 10,000 രൂപ കൊടുത്ത് ഏതോ മണ്ടനത് വാങ്ങിച്ചു കൊണ്ടുപോയി. ഞാൻ മണ്ടൻ എന്ന് പറയാൻ കാരണമുണ്ട്. ഇത് സ്മിത കടിച്ചതാണോ എലി കടിച്ചതാണോ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ആരോ കാശുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത് സ്മിത കടിച്ച ആപ്പിളാണ്. അപ്പോൾ നോക്കുക, സ്മിത കടിച്ച ആപ്പിളിന് പോലും 10,000 രൂപ കിട്ടി. ഇത്രയധികം ആരാധകരുണ്ടായിരുന്ന നടി ആത്മഹത്യ ചെയ്തപ്പോൾ എന്താണ് പറഞ്ഞത്? എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആരും തന്നെ ഈ ഭൂമിയിലില്ല. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് സ്നേഹമാണ്. ഏറ്റവും വലിയ ദാരിദ്ര്യം സ്നേഹമാണ്. എല്ലാവരും സ്നേഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് എത്രയോ ബുദ്ധിമാനാണ്. കർത്താവിനറിയാം. മൊബൈൽ ഓഫ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ആരും കൊടുത്തൊന്ന് ഓഫ് ചെയ്താൽ കൊള്ളാം. കർത്താവിനറിയാം ഈ ലോകത്തിലെ ആളുകളുടെ മനഃശാസ്ത്രം, ഈ ലോകത്തിലെ മനുഷ്യന്റെ മനോഭാവം, ഈ ലോകത്തിലെ മനുഷ്യരുടെ ആഗ്രഹം, ഇതെല്ലാം കർത്താവിനറിയാം. വെറുതെ അല്ല കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അന്യോന്യമൊന്ന് സ്നേഹിക്കുക, ഈ പുതിയ കൽപ്പന അനുസരിക്കുക. അപ്പോൾ ലോകം ഒരു കാര്യം മനസ്സിലാക്കും, നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരാണെന്ന്. രണ്ടാമത്, എന്തുകൊണ്ടാണ് സ്നേഹത്തെ ഇത്ര ഉയർത്തിയത്? രണ്ടാമത്തെ ഉത്തരം, ഈ ലോകത്തിൽ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ മനസ്സിലാകുന്ന ഒരു ഭാഷ ഉണ്ടെങ്കിൽ അത് സ്നേഹത്തിന്റെ ഭാഷ മാത്രമാണ്. സ്നേഹത്തിന്റെ ഭാഷ. പലപ്പോഴും മിഷണറിമാരൊക്കെ ഒരു പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ, നാമും സുവിശേഷമായി ചെല്ലുമ്പോൾ, കേരളം വിട്ടുകഴിഞ്ഞാൽ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. എന്താണ് ബുദ്ധിമുട്ടെന്നറിയാമോ? ഭാഷ മനസ്സിലാകുന്നില്ല. പുതിയ സ്ഥലത്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചെയ്യുന്നവരെല്ലാം ആദ്യത്തെ അനേക വർഷങ്ങൾ ആ പുതിയ ഭാഷ പഠിക്കാൻ വേണ്ടിയാണ് സമയം വേർതിരിക്കുന്നത്. ഭാഷ ഒരു വലിയ പ്രശ്നമാണ്. എന്തിനധികം പറയുന്നു, കേരളത്തിൽ തന്നെ തെക്ക് പാറശാല മുതൽ വടക്ക് കാസർഗോഡ് വരെ സഞ്ചരിച്ചാൽ എല്ലാവരും മലയാളം സംസാരിക്കുന്നു എന്നാണ് സങ്കല്പം. പക്ഷേ ഈ മലയാളം തമ്മിൽ എത്രയോ വ്യത്യാസമാണല്ലേ. ഞാൻ തിരുവനന്തപുരം ഭാഷയിലല്ല സംസാരിക്കുന്നത്, എനിക്കറിയാം. തിരുവനന്തപുരം ഭാഷയിലെല്ലാം ബഹുവചനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ശമ്പളങ്ങളും വെള്ളങ്ങളും വഴക്കുകളും വഴികളും ഒക്കെ ഉള്ളൂ. അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് തിരുവനന്തപുരത്തുകാരുടെ ഭാഷ. വടക്കൻ ജില്ലകളിൽ ഏതോ ഒരു സ്ഥലത്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി, സുവിശേഷം അറിയിക്കാൻ വേണ്ടി പോയൊരു സഹോദരൻ തനിക്ക് നേരിട്ടൊരു അനുഭവം പറഞ്ഞു. അത് കാസർഗോഡ് ജില്ലയുടെ ഭാഗമാണെന്ന് എൻ്റെ ഓർമ്മ. താൻ അവിടെ ഇതുപോലൊരു സ്ഥലത്ത് ചെന്ന് യോഗമൊക്കെ കഴിഞ്ഞ് ഒരു വിശ്വാസിയുടെ വീട്ടിൽ സന്ദർശനത്തിന് പോയതാണ്. അവിടെ ചെന്ന് അവിടുത്തെ പൂമുഖത്ത് ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന വീട്ടുകാരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അകത്ത് വന്ന് ഭാര്യ ഉറക്കെ വിളിച്ചു പറഞ്ഞ വാചകം ഇതാണ്:
സാറിനെ ചാടിപ്പിച്ചിട്ടേ വിടാവുള്ളേ എന്നാണ് ഭാര്യ വിളിച്ചു പറയുന്നത്. എന്ത് ചെയ്യണം? സാറിനെ ചാടിപ്പിച്ചിട്ടേ വിടാവുള്ളേ. ഇത് കേട്ടപ്പോൾ നമ്മുടെ സഹോദരൻ ഒന്ന് പേടിച്ചു. ഒരു വീട്ടിൽ ചെന്ന് ഇഷ്ടമല്ലെങ്കിൽ അങ്ങ് പോകാൻ പറഞ്ഞാൽ പോരാ, ഇത് വെറുതെ വിടല്ലേ, ചാടിപ്പിച്ചിട്ടേ വിടാവുള്ളേ. ഇദ്ദേഹത്തിന്റെ പരിഭ്രമം കണ്ട് വീട്ടുകാരൻ പറഞ്ഞ സാറ് പേടിക്കണ്ട, സാറിനെ ചായ കുടിപ്പിച്ചിട്ടേ വിടാവുള്ളേ എന്നാണ് പറയുന്നത്. അതിന്റെ ഷോർട്ട് ഫോമാണ്, അതിന്റെ ചുരുക്കെഴുത്താണ് ചാടിപ്പിച്ചിട്ടേ വിടാവുള്ളേ. നിങ്ങളുടെ വീടുകളിലൊക്കെ വരുന്നവർ നിങ്ങൾ ചാടിപ്പിക്കാറുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തന്നെ ഭാഷ മനസ്സിലാകുന്നില്ല. എന്നാൽ ലോകത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയുണ്ട്, അത് സ്നേഹത്തിന്റെ ഭാഷയാണ്. അതുകൊണ്ടാണ് മിഷണറിമാർ കേരളത്തിൽ വന്നപ്പോൾ അവർ ആദ്യം എന്താണ് ചെയ്തത്? സുവിശേഷം പ്രസംഗിക്കുന്നതിന് മുമ്പേ അവർ ആതുര സേവനത്തിന് വേണ്ടി മിഷൻ ആശുപത്രികൾ സ്ഥാപിച്ചു. സാധുജനങ്ങളുടെ പരിപാലനത്തിന് വേണ്ടി അവർ അനാഥശാലകൾ, അനാഥ കുട്ടികളെ വളർത്താൻ വേണ്ടി അനാഥശാലകൾ സ്ഥാപിച്ചു. അതുപോലെ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. ഒരു പക്ഷെങ്കിൽ നമുക്ക് തോന്നും എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്? കർത്താവിന്റെ അന്ത്യകൽപ്പനയിൽ നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി ആശുപത്രി സ്ഥാപിക്കാനോ സ്കൂളുകൾ സ്ഥാപിക്കാനോ അനാഥാലയം സ്ഥാപിക്കാനോ കർത്താവ് കൽപ്പിച്ചില്ല. പിന്നെ എന്തുകൊണ്ട് കേരളത്തിലേക്ക് മാത്രമല്ല ലോകത്തിന്റെ എല്ലായിടവും കടന്നുപോയ മിഷണറിമാർ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു? അവർക്കറിയാമായിരുന്ന ഒരു സത്യം, ഈ സത്യം അറിയാമായിരുന്നു. സ്നേഹത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിന് മുമ്പേ ഈ ജനങ്ങളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ സ്നേഹത്തിന്റെ സുവിശേഷം അവരുടെ ഹൃദയത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്. അതുകൊണ്ടാണ് ഇന്നും നല്ല ആശുപത്രികളുടെയൊക്കെ പേരെന്താണ്? മിഷൻ ഹോസ്പിറ്റൽ എന്നാണ്, അല്ലേ? മിഷൻ ഹോസ്പിറ്റൽ. എന്നാൽ ഇന്ന് മിഷൻ ഹോസ്പിറ്റൽ നടത്തുന്ന നമ്മുടെ ഇന്നത്തെ സായിപ്പന്മാർക്കൊന്നും ഇതിന്റെ ഉദ്ദേശ്യം അറിയത്തില്ല. ഇതെന്തിനു വേണ്ടിയാണ്? അതിന്റെ ദർശനവുമില്ല, അതിന്റെ ദൗത്യവും അറിയുകയില്ല. ആരോ തമാശയായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ മിഷൻ ഹോസ്പിറ്റൽ, മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ എന്നാണ് പലതിൻ്റെയും പേര്. ആ പേരൊന്ന് അല്പം മാറ്റിയാൽ കൊള്ളാം, മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ എന്നാക്കിയാൽ അത് വളരെ ഉചിതമായിരിക്കും എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്നുള്ള ആളുകൾക്ക്, നമുക്ക് ഇന്നത്തെ സഭയ്ക്ക് ഈ ദൗത്യം അറിയുകയില്ല. മിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ദൗത്യമാണ്, അത് സ്നേഹത്തിന്റെ ദൗത്യമാണ്, അത് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ദൗത്യമാണ്. അപ്പോൾ സ്നേഹത്തിന്റെ ഭാഷയാണ് ലോകത്തിലെല്ലായിടത്തും എല്ലാവർക്കും ഒരേ സമയം ഒരുപോലെ മനസ്സിലാകുന്ന ഭാഷ. വെറുതെ അല്ല കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക, സ്നേഹമാണ് ഏറ്റവും വലിയ ആവശ്യം. സ്നേഹത്തിന്റെ ഭാഷയാണ് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷ. ആ സ്നേഹത്തിന്റെ കൽപ്പന, ആ പുതിയ കൽപ്പന അനുസരിക്കുമ്പോൾ ലോകം ഒരു കാര്യം കൈയടിച്ചു എന്ത് പറയും? ഇവർ സാക്ഷാൽ സ്നേഹസമ്പന്നനായ, സ്നേഹസമ്പൂർണനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്. 34 വാക്യത്തിലേക്ക് മടങ്ങി വരട്ടെ. എന്താണ് കൽപ്പന? നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അടുത്ത ഭാഗം വിശദീകരിക്കണം. എങ്ങനെ സ്നേഹിക്കണം? അത് ന്യായമായൊരു ചോദ്യമാണ്. എങ്ങനെ സ്നേഹിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം. ദൈവീക സ്നേഹത്തിന്റെ മാനദണ്ഡം. ശരി, കർത്താവ് എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്? റോമാലേഖനത്തിൽ നാം വായിക്കുന്നു, നാം പാപികളായിരുന്നപ്പോൾ, നാം ശത്രുക്കളായിരുന്നപ്പോൾ, നാം അഭക്തരും ബലഹീനരുമായിരുന്നപ്പോൾ, നമ്മുടെ യോഗ്യത നോക്കാതെ, ഒരു വ്യവസ്ഥയും കൂടാതെ കർത്താവ് നമ്മെ സ്നേഹിച്ചു. ശരി, കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ പ്രസിദ്ധമായ ഗിരിപ്രഭാഷണത്തിൽ ഇങ്ങനെ പഠിപ്പിച്ചു, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കണം. വളരെ വിപ്ലവാത്മകമായ ഒരു ഉപദേശം. നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കണം. എന്റെ ചോദ്യം, ശരി, കർത്താവ് അങ്ങനെ പഠിപ്പിച്ചു, ഉപദേശിച്ചു, കർത്താവ് ശത്രുക്കളെ സ്നേഹിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കെന്ത് തോന്നുന്നു? അതോ നമ്മളൊക്കെ സാധാരണ ചെയ്യുന്ന പോലെ പ്രസംഗിക്കുക മാത്രമേ ചെയ്തുള്ളൂ? കർത്താവ് വാസ്തവത്തിൽ ശത്രുക്കളെ സ്നേഹിച്ചിട്ടുണ്ടോ? ചില ഉദാഹരണങ്ങളൊന്ന് പറയാമോ? ശത്രുക്കളെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. എങ്ങനെ അറിയാം? കാരണം ശത്രുക്കളായ നമ്മെ സ്നേഹിച്ചത് കൊണ്ട് തന്നെയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അവൻ പരത്തിൽ നിന്ന് പാരിലേക്ക് കടന്നു വന്നത്. തീർന്നില്ല, ഉദാഹരണങ്ങൾ പലതുണ്ട്. ആ യൂദായെ സ്നേഹിച്ച സ്നേഹം മാത്രം നോക്കിയാൽ മതി കർത്താവ് എത്രമാത്രം ശത്രുക്കളെ സ്നേഹിച്ചു എന്ന് മനസ്സിലാക്കാം. ഞാൻ ചോദിക്കട്ടെ, കർത്താവിന് അറിയാമായിരുന്നു ഈ യൂദ ഒരു ദിവസം തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന്? അറിയാമായിരുന്നു? നിങ്ങൾക്കെന്ത് തോന്നുന്നു? അറിയാമായിരുന്നു. ശിഷ്യന്മാർക്ക് അറിയാമായിരുന്നു? അറിയത്തില്ല. അത് നമുക്ക് എങ്ങനെ അറിയാം?
തന്നെ കാണിച്ചു കൊടുക്കുന്ന ആ രാത്രിയിൽ കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. ആ സമയത്ത് എല്ലാവരും കൂടെ യൂദായുടെ മുഖത്തേക്ക് നോക്കിയോ? യവൻ തന്നെയാണ് കുറ്റവാളി, യവനാണ് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇല്ല. അതിന് പകരം നാം വായിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷമാണെന്ന് തോന്നുന്നു. അവർ ഓരോരുത്തരും കർത്താവിനോട് ചോദിച്ചു, ഞാനോ കർത്താവേ, ഞാനോ കർത്താവേ എന്നാണ് ചോദിച്ചത്. ആ രാത്രിയിൽ പോലും ഈ ശിഷ്യന്മാർക്കാർക്കും യാതൊരു ഊഹവുമില്ല. അവരോടുകൂടെ കഴിഞ്ഞ 3.5 വർഷം അപ്പോസ്തലന്മാരിൽ ഒരുവനെ പോലെ നടന്ന ഈ യൂദായാണ് അവരുടെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നത്. എന്നാൽ കർത്താവിനറിയാമായിരുന്നു അവൻ ഒറ്റിക്കൊടുക്കാൻ പോകുകയാണ്. എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കാം. എന്നാൽ ഇതറിഞ്ഞിട്ടും 3.5 വർഷക്കാലം ഈ യൂദായെ സഹിച്ചും വഹിച്ചും കൂടെ കൊണ്ടു നടന്നത് തന്നെ തന്റെ ശത്രുക്കളോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. തീർന്നില്ല. താൻ ക്രൂശിൽ കിടന്നപ്പോൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആദ്യത്തെ പ്രാർത്ഥന എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് എവരോട് ക്ഷമിക്കണമേ. ലൂക്കോസ് 23:34. നാം സാധാരണ വായിച്ചു പോകുന്നതുകൊണ്ട് അതിന്റെ വില അറിയുകയില്ല. എന്നാൽ അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചത് ഈ വാക്യമാണ്. ഒരു സംഭവം മാത്രം ഞാൻ പെട്ടെന്ന് പറയാം. അതും ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഹൈദരാബാദിൽ ഒസ്മാനിയ യൂണിവേഴ്സിറ്റി എന്നൊരു പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടുത്തെ ഇസ്ലാം വിഭാഗത്തിന്റെ തലവനായിരുന്ന ഡോക്ടർ ഉസ്മാൻ ഏതാണ്ട് 13 വർഷങ്ങൾക്ക് മുമ്പ് താൻ 13 ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് താൻ രക്ഷിക്കപ്പെട്ടു. ആ ചരിത്രം ഞാൻ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നപ്പോൾ താൻ ഒരിക്കൽ കണ്ണൂർ വന്ന് അന്ന് താൻ അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. ഞാൻ നേരിട്ട് കേട്ടില്ല, കേട്ടവർ പറഞ്ഞതാണ്. താൻ പറയുന്നത് താൻ ഇസ്ലാം പണ്ഡിതനാണ്, ഖുർആനൊക്കെ നല്ലതുപോലെ അറിയാവുന്ന ആളാണ്. മാത്രമല്ല വേദപുസ്തകത്തെയും ക്രിസ്തുവിനെയും വളരെ വിമർശിച്ചിരുന്ന ആളാണ്. അപ്പോൾ വിമർശിക്കാൻ വേണ്ടി താൻ ബൈബിൾ മുടങ്ങാതെ വായിക്കുമായിരുന്നു. അങ്ങനെ വായിച്ച് താൻ വന്നപ്പോൾ താൻ പലപ്പോഴും ബൈബിൾ വായിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഈ ലൂക്കോസ് 21:34 താൻ വായിച്ചു. എന്താണ്? കർത്താവ് ക്രൂശിൽ കിടക്കുന്ന കർത്താവിന്റെ ക്രൂശീകരണമാണ് അവിടുത്തെ വിഷയം. ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. താൻ പറയുന്നത് അന്ന് ആ വാക്യം വായിച്ചപ്പോൾ തനിക്ക് പിന്നെ മുന്നോട്ട് വായിക്കാൻ കഴിഞ്ഞില്ല. ആ വാക്യം തൻ്റെ മനസ്സിൽ ഉടക്കി, തൻ്റെ ശ്രദ്ധയെ വളരെ ആകർഷിച്ചു. താൻ ആ വാക്യം തന്നെ പല പ്രാവശ്യം ഇങ്ങനെ വായിച്ചു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായി കൊണ്ട് അവരോട് ക്ഷമിക്കണം. തൻ്റെ മനസ്സിലൊരു ചോദ്യം ഉദിച്ചു. കർത്താവായ യേശുക്രിസ്തു എപ്പോഴാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്? ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ശത്രുക്കൾക്ക് വേണ്ടി. എപ്പോഴാണ് പ്രാർത്ഥിച്ചത്? തന്റെ ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും ഒക്കെ കഴിഞ്ഞ് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തു ഭാഗത്തിരിക്കുമ്പോൾ പിതാവിനോട് പറഞ്ഞതാണോ, പിതാവ് ഏതായാലും കാര്യമൊക്കെ കഴിഞ്ഞല്ലോ, പോകട്ടെ, ഇനി അവരോടങ്ങ് ക്ഷമിച്ചു കളാം, അങ്ങനെ പറഞ്ഞതാണോ? അല്ല. ക്രൂശിൽ അതിവേദന എടുക്കുമ്പോൾ, 3 ആണികളിൽ തൂങ്ങപ്പെട്ട് കിടക്കുമ്പോൾ, രക്തം ധാരധാരയായി തന്റെ ശരീരത്തിൽ നിന്ന് ഒലിക്കുമ്പോൾ, അങ്ങനെ ഒഴുകി വരുമ്പോൾ ആ സമയത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, പിതാവേ, അവരോട് ക്ഷമിക്കണമേ. ഈ കാര്യം ഡോക്ടർ ഉസ്മാൻ ധ്യാനിച്ചു. അപ്പോൾ മറ്റൊരു സംഭവം ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് തന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എന്താണെന്നറിയാമോ? ഖുറാനിൽ 72-ാമത്തെ അധ്യായത്തിൽ സാക്ഷാൽ മുഹമ്മദ് നബിയുടെ ഒരു പ്രാർത്ഥന രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ പ്രാർത്ഥന? അത് ഡോക്ടർ ഉസ്മാൻ പറഞ്ഞതാണ്. അവിടെ പറയുന്നത്, ഈ മുഹമ്മദ് നബിക്കൊരു ആജീവനാന്ത ശത്രു ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, തന്റെ അമ്മാവൻ തന്നെയായിരുന്നു. ഈ അമ്മാവനെതിരായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ മുഹമ്മദ് നബി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ എന്താണ് പ്രാർത്ഥിച്ചതെന്ന് അറിയാമോ? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ഈ മനുഷ്യനെ നശിപ്പിക്കണമേ എന്നാണ്. ഒരു ദിവസം പോലും മുടങ്ങാതെ നബിയായ, പ്രവാചകനായ, ഇസ്ലാം മത സ്ഥാപകനായ മുഹമ്മദ് നബി പ്രാർത്ഥിച്ചു, യവനെ നശിപ്പിക്കണമേ. ഇത് ഖുറാനിൽ എഴുതിയിട്ടുണ്ട്, നമ്മളാരും പറഞ്ഞതല്ല. ഇതറിയാവുന്ന ഡോക്ടർ ഉസ്മാൻ കർത്താവിന്റെ ക്രൂശിലെ പ്രാർത്ഥനയും നബിയുടെ പ്രാർത്ഥനയും താരതമ്യം ചെയ്തു. എന്നിട്ട് താൻ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു നബിക്ക് ഇത്രയുമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ അതിവേദനയെടുത്ത് കിടക്കുമ്പോൾ, രക്തം ധാരധാരയായി തന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകുമ്പോൾ, ശത്രുക്കളോട് ക്ഷമിക്കണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചെങ്കിൽ, അവൻ ഖുർആൻ പറയുന്നത് പോലെ കേവലം ഒരു നബിയല്ല, പ്രവാചകനല്ല, പിന്നെയോ താൻ അവകാശപ്പെട്ടതുപോലെ സാക്ഷാൽ ദൈവപുത്രനാണ്.
ഈ ഒരു യാഥാർത്ഥ്യം ഡോക്ടർ ഉസ്മാന് മനസ്സിലായി. താൻ തന്റെ മേശയ്ക്കരികിൽ മുട്ടുകുത്തി അന്ന് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, കർത്താവ് ഇങ്ങനെ ശത്രുക്കളെ സ്നേഹിക്കുക മാത്രമല്ല, തന്റെ ജീവൻ തന്നെ യാഗമായി അർപ്പിച്ചിട്ടാണ്. അല്ലെങ്കിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം. ആ കൽപ്പന കൊടുക്കുവാൻ കർത്താവ് തികച്ചും യോഗ്യനാണ്. തന്റെ ജീവിതത്തിൽ ആകമാനം താൻ ഈ സ്നേഹം പ്രാക്ടീസ് ചെയ്തവനാണ്. അത് അനുകരിച്ചവനാണ്. ആ സ്നേഹം പ്രദർശിപ്പിച്ചവനാണ്. ശരി, ഞാൻ ആ വാക്യത്തിന്റെ അർത്ഥമാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അതിന്റെ പ്രായോഗിക വശത്തേക്ക് ഞാൻ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ഇനി എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ശരി, എങ്ങനെയാണ് നമുക്കിത് പ്രായോഗികമാക്കാൻ കഴിയുന്നത്? അതിനു മുമ്പ് സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. എന്താണ് വാസ്തവത്തിൽ സ്നേഹം എന്ന് പറയുന്നത്? യോഹന്നാൻ 3:16 വായിച്ചാൽ മനസ്സിലാകും. അവിടെ നാം എന്താണ് വായിക്കുന്നത്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ഇംഗ്ലീഷിൽ വളരെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ്. ദൈവം സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ എന്താണ് പറയുന്നത്? അടുത്ത വാക്കെന്താണ്? താൻ നൽകി എന്നാണ്. നൽകുവാൻ തക്കവണ്ണം സ്നേഹിച്ചു. എന്താണ് സ്നേഹം? സ്നേഹം എന്ന് പറയുന്നത് കൊടുക്കലാണ്. സ്നേഹത്തിന്റെ പ്രായോഗിക അർത്ഥം എന്ന് പറയുന്നത് കൊടുക്കുക എന്നതാണ്. ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ ദൈവം സ്വർഗത്തിൽ അല്ലെങ്കിൽ ഈ ചക്രവാളത്തിൽ എവിടെയോ ഒരു വലിയ മൈക്ക് സെറ്റ് വെച്ചിട്ട് ഫൂസീമ വാസികളെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു പ്രസംഗിക്കുകയല്ല ചെയ്ത്, പിന്നെയോ തന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ, സ്വർഗത്തിന്റെ പ്രമോദ വിഷയമായിരുന്ന പുത്രൻ, സ്വർഗത്തിലെ ഏറ്റവും മെച്ചമായ ദാനത്തെ നമുക്ക് വേണ്ടി തന്നാണ് ദൈവം തന്റെ സ്നേഹം പ്രദർശിപ്പിച്ചത്. അതാണ് സ്നേഹത്തിന്റെ പ്രായോഗിക അർത്ഥം. ഇങ്ങനെ പറയാറുണ്ട്, സ്നേഹിക്കാതെയും കൊടുക്കുവാൻ സാധിക്കും, എന്നാൽ കൊടുക്കാതെ സ്നേഹിക്കാൻ കഴിയുകയില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സ്നേഹിക്കാതെയും കൊടുക്കാൻ സാധിക്കും, പക്ഷേ കൊടുക്കാതെ സ്നേഹിക്കാൻ കഴിയുകയില്ല. ദൈവമാണ് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രദർശനം. കർത്താവും ആ സ്നേഹം പ്രദർശിപ്പിച്ചു. 1 Corinthians 13:4-7 ഇപ്പോൾ വായിക്കേണ്ട. ഞാനൊരു നിങ്ങൾക്ക് ഒരു ഗ്രഹപാഠം തരികയാണ്. അവിടെ സ്നേഹത്തിന്റെ 14 ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് 14 കൂട്ടം കാര്യങ്ങൾ. അതെല്ലാം ക്രിയാപദങ്ങളാണ്. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് നാം ചിന്തിക്കുന്ന പോലെ കേവലം ഒരു വികാരമല്ല, പിന്നെ ഒരു പ്രവൃത്തിയാണ്. ദൈവം പ്രവൃത്തിയിൽ കൂടെയാണ് സ്നേഹം വെളിപ്പെടുത്തിയത്. 1 യോഹന്നാൻ 3:18 വായിച്ച് ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ സ്നേഹിക്കരുത്, ഈ 2 കാര്യങ്ങളും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് 1 യോഹന്നാൻ 3:18 നാം വായിക്കുന്നത്? കുഞ്ഞുങ്ങളെ, മതി, നാം വാക്കിനാലും നാവിനാലും അല്ല, വാക്കുകൊണ്ടും നാക്കുകൊണ്ടും സ്നേഹിക്കുവാൻ നമ്മെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം നാം ഒക്കെ അങ്ങനെ സ്നേഹിക്കുന്നവരാണ്, വാക്കുകൊണ്ടും നാക്കുകൊണ്ടും. അത് വേണ്ട എന്ന് ഞാൻ പറയുകയില്ല, അത് വേണം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഇടുക്കിയിൽ ഏതോ ഒരു സ്ഥലത്ത് ഒരു സുവിശേഷകൻ ഉണ്ടായിരുന്നു. വളരെ പഴയ സംഭവമാണ്. അക്കാലത്ത് തനിക്ക് ആകപ്പാടൊരു സമ്പാദ്യമായി ഉണ്ടായിരുന്ന ഒരു സൈക്കിള് മാത്രമാണ്, സൈക്കിൾ. ഒരു രാത്രിയിൽ ആരോ വന്ന് ഈ പാവപ്പെട്ട സുവിശേഷകന്റെ സൈക്കിൾ മോഷ്ടിച്ചുകൊണ്ട് പോയി. പിറ്റേ ദിവസം രാവിലെ താൻ ഉണർന്നെഴുന്നേറ്റപ്പോൾ സൈക്കിൾ കാണാനില്ല. പെട്ടെന്ന് വിശ്വാസികളൊക്കെ ഇത് അറിഞ്ഞു. വിശ്വാസികൾ പറഞ്ഞു, നാട്ടുകാരറിഞ്ഞു, അല്പ ദൂരെയൊക്കെയുള്ള സുവിശേഷന്മാരറിഞ്ഞു. അന്ന് രാവിലെ മുതൽ മരണ വീട്ടിൽ വരുന്ന പോലെ ആളുകൾ വരികയാണ്. വിശ്വാസികൾ വന്നു, അയൽക്കാർ വന്നു, എല്ലാവരും വന്നു, സൈക്കിളിന്റെ കാര്യമൊക്കെ ചോദിച്ച് അവിടെ ഇരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് പോകാൻ തുടങ്ങി. വിശ്വാസികളൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തരായിട്ട് പറഞ്ഞു, സഹോദര വിഷമിക്കേണ്ട, കർത്താവ് താങ്കളെ നടത്തിക്കൊള്ളും എന്ന് പറഞ്ഞു. കർത്താവ് നടത്തും. എല്ലാവരും പറഞ്ഞ ഒരേ വാചകം, കർത്താവ് നടത്തും. ഇത് പലരും പറഞ്ഞപ്പോൾ ഇത് അല്പം തമാശക്കാരനോടാണ്. അദ്ദേഹം പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങളത് എടുത്തു പറയേണ്ട ആവശ്യമില്ല, എനിക്കറിയാം കർത്താവിനെ നടത്താൻ പോകുകയാണ്. കാരണം സൈക്കിൾ പോയി, ഇനി നടന്നു പോയേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളത് എടുത്തു പറയേണ്ട ആവശ്യമില്ല, കർത്താവിനെ നടത്താൻ പോകുകയാണ് എന്ന് പറഞ്ഞു.
നമ്മളൊക്കെ പറയുന്ന വാക്കാണ് കർത്താവ് നടത്തും. നല്ല വാചകമാണ്, അങ്ങനെ പറയണം. പക്ഷേ കർത്താവ് എങ്ങനെയാണ് നടത്തുന്നത്? കർത്താവ് നടത്തുന്നത് ഇന്ന് ഏലിയാവിന്റെ കാക്കയെ അയച്ചല്ല, കാരണം അതിന്റെ ആവശ്യമില്ല. കർത്താവ് തന്റെ ദാസന്മാരെ നടത്തുന്നത് തന്റെ മക്കളിൽ കൂടെയാണ്. ദൈവം അനേകരെ നടത്തുന്നത് തന്റെ മക്കളിൽ കൂടെയാണ് എന്ന് പറഞ്ഞാൽ അനേകരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ളത് എന്റെയും നിങ്ങളുടെയും കൈകളിൽ തന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ അല്പം അധികം ദൈവം തന്നാൽ ചിന്തിക്കുക, ഇത് മറ്റാർക്കോ കൊടുക്കുവാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. അങ്ങനെയാണ് കർത്താവ് നടത്തുന്നത്. എന്റെ വിഷയം അതല്ല, ഞാൻ മുന്നോട്ട് പോകട്ടെ. അതുകൊണ്ട് അങ്ങനെ വാക്കുകൊണ്ടും നാക്കുകൊണ്ടല്ല, പിന്നെ പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായ പ്രവൃത്തികളിൽ കൂടെയാണ് ഈ സ്നേഹം വെളിപ്പെടേണ്ടത്. ആത്മാർത്ഥമായ പ്രവൃത്തികളിൽ കൂടെ നമ്മുടെ സ്നേഹം വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. ശരി, നമുക്ക് ഈ വരുന്ന നാളുകളിൽ ഈ സ്നേഹം എങ്ങനെയാണ് ഒന്ന് പ്രദർശിപ്പിക്കാൻ കഴിയുന്നത്? നമുക്ക് ദൈവം തന്നിട്ടുള്ള താലന്തുകൾ, ദൈവം തന്നിട്ടുള്ള സൗകര്യങ്ങൾ, ദൈവം തന്നിട്ടുള്ള ധനം, ഇതെല്ലാം പങ്കുവയ്ക്കുവാനുള്ളതാണ്. അതാണ് വാസ്തവത്തിൽ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ആത്മീയ അനുഗ്രഹങ്ങൾ മാത്രമല്ല, ഭൗമിക നന്മകളും നാം പങ്കുവെക്കേണ്ടത് ആവശ്യമാണ്. അത് നാം വാക്കുകൾ എടുക്കാൻ എനിക്ക് സമയമില്ല. ഗലാത്യർ 6:10 പൗലോസ് ഇങ്ങനെ എഴുതുന്നുണ്ട്, എല്ലാവർക്കും നന്മ ചെയ്യുക, വിശേഷാൽ പിന്നെ ആർക്കാണ്? സഹവിശ്വാസികൾക്ക്. ഈ ലോകത്തിലുള്ള എല്ലാവർക്കും നന്മ ചെയ്യണം, അതാണ് വാക്യം, കൽപ്പന. എന്നാൽ വിശേഷാൽ സഹവിശ്വാസികൾക്കും. വേദപുസ്തകം എത്രയോ പ്രാക്ടിക്കലാണ്. എന്നാലും നമ്മുടെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരു പാട്ടുണ്ട്, എമിത്രൻ സാറിന്റെ ഒരു പാട്ടാണ്. ആ പാട്ടിൽ എത്ര ശുഭം എത്ര മോഹനം സോദരർ ഒത്തുവസിപ്പതോർക്കിൽ. അതിനകത്തൊരു സ്റ്റാൻസ ഇങ്ങനെയുണ്ട്, ക്രിസ്തുവിൻ നിസ്തുല സ്നേഹ ചരടതിൽ, അറിയാമോ പാട്ട്? കോർത്തുള്ള മുത്തുകൾ നാം. ഈ പാഠപുസ്തകം, നമ്മുടെ ഈ പാഠപുസ്തകം പ്രിന്റ് ചെയ്ത അങ്കമാലിയിലാണ്. അന്ന് PI കുര്യൻ സാറിനൊരു ഒരു മാന്യദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹമായിരുന്നു സ്ഥിരമായിട്ട് ഈ പ്രസിൽ ഈ പാട്ടിന്റെ ഒക്കെ പ്രൂഫ് നോക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു സംഭവം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഈ പാട്ട് പ്രിന്റ് ചെയ്ത് വന്നപ്പോൾ, പ്രൂഫിന് വന്നപ്പോൾ, ഈ ക്രിസ്തുവിൻ നിസ്തുല സ്നേഹചരടത്തിൽ കോർത്തുള്ള മുത്തുകൾ എന്നുള്ളത് ആദ്യം പ്രിന്റ് ചെയ്ത് വന്നത് കോർത്തുള്ള മുള്ളുകൾ നാം എന്നാണ്. കോർത്തുള്ള മുള്ളുകൾ. അപ്പൊ അദ്ദേഹത്തിന് ആ പാട്ട് കേട്ടപ്പോൾ ഇത് ആദ്യം അല്പം ഒരു പ്രയാസം തോന്നി. താൻ വിചാരിച്ചു ഇത് മാറ്റണമോ മാറ്റണ്ടായോ എന്നൊരു സംശയം തനിക്ക് വന്നു. പാടുന്നത് മുത്തുകളെന്നാണെങ്കിലും അനുഭവവശത്ത് പലപ്പോഴും മുള്ളുകളാണ്. അതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ കിടന്നാൽ പോരെ എന്നൊരു സംശയം തനിക്ക് വന്നു. താൻ പറയുന്നത്, പിന്നെ എമിത്രേൻ സാറിനെ ഓർത്തുകൊണ്ടാണ് ഞാൻ അത് മാറ്റിയത്, കറക്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, ഇപ്പോൾ മുത്തുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും മുത്തുകളെന്ന് പാടുകയും അനുഭവവശത്ത് മുള്ളുകളെ പോലെ പെരുമാറുകയും ചെയ്യുകയാണ്. അന്യോന്യം കരുതേണ്ടവർ അന്യോന്യം പൊരുതുന്നവരായി തീർന്നിരിക്കുന്നു. അന്യോന്യം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ടവർ പലപ്പോഴും അതിന് പകരം അന്യോന്യം ഉപദ്രവിക്കുന്നവരായി തീർന്നിട്ടില്ലേ? നാം സ്വയം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഈ നാളുകളിൽ കർത്താവിന്റെ പുതിയ കൽപ്പന 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പറഞ്ഞ കൽപ്പനയാണെങ്കിലും അതിന്റെ പുതുമ ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കർത്താവ് പറഞ്ഞു, ഈ പുതിയ കൽപ്പന നിങ്ങളൊന്ന് അനുസരിച്ച് കാണിക്കുക, ലോകമൊന്ന് കാണട്ടെ. അപ്പോൾ ലോകം മനസ്സിലാക്കും നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരാണെന്ന്. ആ സ്നേഹത്താൽ ആകൃഷ്ടരായി അക്രൈസ്തവ ലോകം സ്നേഹസമ്പന്നനായ സ്നേഹസമ്പൂർണനായ കർത്താവിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. അങ്ങനെ കടന്നു വരുമ്പോൾ നമ്മുടെ ഹാളിലെ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകളൊക്കെ നിറയും, ശൂന്യമായ പായലൊക്കെ ഇരിക്കാൻ ആള് കടന്നു വരും. ഈ നാളുകളിൽ, ഈ 2013 ഇതൊരു വലിയ വെല്ലുവിളിയായി ഏറ്റെടുത്ത് നമുക്ക് ഓരോരുത്തർക്കും നമ്മളാൽ ആവോളം നമ്മുടെ കഴിവിന്റെ പരമാവധി ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഈ കൽപ്പന അനുസരിക്കാനുള്ള ഒരു തീരുമാനമെടുത്ത്, ഒരു പുതിയ തീരുമാനമെടുത്ത് വേണം ഇന്ന് ഉച്ചസമയത്ത് നാം ഭവനങ്ങളിലേക്ക് കടന്നു പോകുവാൻ. എന്താണ് പുതിയ കൽപ്പന? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിപ്പീൻ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ വാസ്തവത്തിൽ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും, ലോകം അറിയും. ഈ പുതിയ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ, പ്രവർത്തിപ്പാൻ ഒരു തീരുമാനമെടുത്ത് ഒരു പുതിയ സമർപ്പണത്തോടെ, പുതിയ ഒരുക്കത്തോടെ നമുക്ക് കടന്നു പോകാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ.